ഹലോ ഹലോ വിശാലല്ലേ? അതെ. അല്ല, ഇതാരാ ഇപ്പം? ആരാ? നോക്ക് ചേട്ടാ, ഞാൻ രമ്യയാണ്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ എനിക്ക് നിന്നെ കാണണ്ടാന്ന്. എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? നോക്ക്, അന്ന് നിങ്ങൾ പോയതിൽ പിന്നെ ധന്യ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ അവളുടെ ജ്വല്ലറിയുടെ മുന്നിൽ തന്നെ ചെറിയൊരു ജ്വല്ലറി തുടങ്ങി. മുൻപേ കസ്റ്റമേഴ്സുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് അത് നന്നായി പോകുന്നുണ്ട്. എന്നെ തകർക്കാൻ ശ്രമിച്ച ആ ധന്യയെ ഞാൻ കുത്തുപാള എടുപ്പിച്ചു. ഇപ്പൊ അവളുടെ ആ ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ്. നോക്ക്, എനിക്ക് നിന്റെയോ ധന്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു താല്പര്യമില്ല. നീ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ഫോളോ ചെയ്യരുത്. പക്ഷെ ചേട്ടാ, എങ്കിൽ പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. ഇത്രയും കാലം ഞാൻ നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചതോ? അതല്ല നിങ്ങൾ പോയി അന്ന് മുതൽ ഇന്ന് വരെ വിവാഹം പോലും കഴിക്കാതെ കാത്തിരുന്നതോ? എടി, നീ എപ്പോഴാടി ശരി ചെയ്തേ? നിന്നെ പോലത്തെ രാക്ഷസിയെ സ്നേഹത്തിൽ ഞാൻ ലജ്ജിക്കുന്നു. രാക്ഷസിയോ? ഞാനോ? നീ കാരണം ഞാനൊരു പക്ക ക്രിമിനലായി. ഓക്കെ വിശാൽ, ഗുഡ് ബൈ. ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും വിളിക്കില്ല. ഇത് അവസാനത്തെ വിളിയാണ്. ഐ എം സോറി. സോറി ഫോർ എവരിതിങ്. എല്ലാത്തിനും മാപ്പ്. ഒരിക്കലും വിളിക്കരുത്. ഇവൾക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? വല്ലാത്തൊരു കഷ്ടായി പോയി. ചുവന്ന റോസാപ്പൂക്കളിൽ മുത്തമിടും മഞ്ഞുതുള്ളിയേ, നിഴലായി നീലാവായി നീ കൂടെ വരുന്നു. പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി. ചുവന്ന റോസാപ്പൂക്കളിൽ മുത്തമിടും മഞ്ഞതുള്ളിയേ, നിഴലായി നീലാവായി നീ കൂടെ വരുന്നു. പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി. പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി. ചുവന്ന റോസാപ്പൂക്കളിൽ മുത്തമിടും മഞ്ഞതുള്ളിയേ, നിഴലായി നീലാവായി നീ കൂടെ വരുന്നു. പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി. സതീഷേട്ടനോട് ഇപ്പൊ എന്താ പറയാ? സതീഷേട്ടാ. ഹലോ, ഇത് ഞാനാ, ചന്ദ്രദാസ്, രാജേന്ദ്രന്റെ സഹോദരൻ. ചന്ദ്രദാസോ? ഇത്രയും കാലം നീ മുങ്ങി നടന്നില്ലടാ. എനിക്ക് അർഹതപ്പെട്ട സ്വത്തെല്ലാം നീ അടിച്ചു മാറ്റി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ശരി, അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ്. ഞാനിപ്പോ എത്തി. ശരി. സതീഷേട്ടാ, പക്ഷെ ഈ 2 ആഴ്ച മുമ്പ് എടുത്ത നമ്പർ ഇവർക്കൊക്കെ എങ്ങനെ കിട്ടിയത്? ഗായത്രി, ഈ നമ്പറും മൊബൈലും നീയാണ് എനിക്ക് തന്നത്. അതെ. ഈ നമ്പർ നിനക്ക് മാത്രമേ അറിയൂ. പിന്നെ ഇവർക്കൊക്കെ എങ്ങനെ നമ്പർ കിട്ടി? അത് ഗായത്രി, നീ എന്നെ ചതിക്കുകയാണോ? നീയല്ലേ ഈ നമ്പർ എല്ലാവർക്കും കൊടുത്തേ? അയ്യോ സതീഷേട്ടാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സതീഷേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യൂന്ന്?